ദെൻ നെക്സ്റ്റ് എക്സംഷൻ്റെ കേസാണ്. എക്സംഷൻ അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു എക്സംഷൻ പറ്റി ചോദിക്കാറുണ്ട്. അത് ഫൗണ്ടേഷനിലും ചോദിക്കാറുണ്ട്, ഇന്ററിലും ചോദിക്കാറുണ്ട്, ഫൈനലിൽ ചോദിക്കില്ല, കാരണം ഇന്ററിൽ ഓൾറെഡി അവർ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സംഷൻ ക്ലെയിം ചെയ്യുക, അതേപോലെ എക്സംഷൻ്റെ ആ റൂള് അതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ തുടങ്ങാം. ഓക്കെ. ഫൗണ്ടേഷനിൽ നമുക്ക് സാധാരണ സാറിന് അറിയാലോ, സാർ ഈ മേഖല 40 മാർക്കാണ് മിനിമം പാസ് മാർക്ക്. ടോട്ടൽ ഒരു ഗ്രൂപ്പ് വൈസ് ചെയ്താണെന്നുണ്ടെങ്കിൽ 200 മാർക്കാണ് വേണ്ടത്. ഫൗണ്ടേഷനിൽ അങ്ങനത്തെ ഒരു ലിമിറ്റേ ഇല്ല. ഫൗണ്ടേഷനിൽ 200 മാർക്ക് കുട്ടികൾക്ക് സ്കോർ ചെയ്യണം. 200 താഴെ വന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 4 പേപ്പർ എഴുതണം. ഇവിടെ എക്സംഷൻ ഇല്ല, അതൊരു എൻട്രൻസ് എക്സാം മാതിരിയാണ്. അവിടെ ഒരു എക്സംഷൻ റൂട്ട് അല്ല. അപ്പൊ ഒരു 2 സബ്ജക്റ്റിന് 80 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് ഉണ്ട്, കാര്യമില്ല, 4 പേപ്പർ അതാണ് ഇതിന് പ്രശ്നം. പക്ഷേ നമുക്കിവിടെ ഇന്റർമീഡിയറ്റ് വരുമ്പോ അതാണല്ലോ അവർ എൻട്രൻസ്. കാരണം ഇപ്പൊ സാറിന് അറിയാം, എൻട്രൻസ് ആകുമ്പോൾ അത് എൻട്രൻസിന്റെ എക്സാമിന്റെ ഒരു ഇതാണ്, അവിടെ അവർക്ക് സ്കോർ ചെയ്യണം. ബട്ട് വൺസ് ദേ എൻ്റർ ഇൻ ദ കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് റെക്കഗ്നൈസിങ്. ഇവിടെ ഒരു കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, 4 പേപ്പറും എക്സാം എഴുതണം. ചില കുട്ടികൾ ഒരു പേപ്പർ മാത്രം എക്സാം എഴുതിയിട്ട് ചിലപ്പോൾ എഴുതാതിരിക്കും, അവർക്കത് കിട്ടത്തില്ല. അതായത് ഒരു പേപ്പർ എഴുതി ബാക്കി എഴുതാതെ വെക്കും, എന്നിട്ട് എക്സംഷൻ വാങ്ങി പിന്നെ അടുത്ത പേപ്പർ. അത് ഇവിടെ ഇല്ല, CML ഇല്ല. കറക്റ്റ് സാർ പറഞ്ഞത്, അത് ഇവിടെ പരിപാടിയില്ല. ഇവിടെ 4 പേപ്പർ എഴുതിയ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ 2ഓ 3ഓ എത്ര പേപ്പറിലും 60-ലേറെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 60 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പേപ്പറിൽ 38 ആണെങ്കിൽ 30 ആണെങ്കിൽ ആ ഒരു പേപ്പർ മാത്രം ചെയ്താൽ. അങ്ങനെ എഴുതുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ എത്ര സ്കോർ ചെയ്യണം? അതായത് ഇപ്പൊ 3 പേപ്പറിൽ എക്സംഷൻ കിട്ടി, ഒരു പേപ്പറിൽ 38 അല്ലെങ്കിൽ 40 കുറവാണ്. CA കുട്ടികളുടെ റൂളും CMA റൂളും വ്യത്യാസമുണ്ട്. CMA കുട്ടികൾക്ക് അത് 50 ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പേപ്പർ എക്സംഷൻ കിട്ടി, അതിൽ 80 ആയാലും അത് 50 ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള 3 പേപ്പറിൽ പുട്ട് ടുഗദർ 150 വേണം. പക്ഷെ സാറോട് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഇത് CA കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈ 80 ആയിട്ട് കൺസിഡർ ചെയ്യും, ബാക്കിയുള്ള 3 പേപ്പറിൽ 120 കിട്ടിയാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. CMA ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയണ്ട. ഓക്കെ. അപ്പോൾ ഒരു പേപ്പറാണ്, 3 പേപ്പർ എക്സംഷൻ കിട്ടി, ഒരു പേപ്പറിനാണ് നമുക്ക് തോറ്റുപോയത്, അല്ലെങ്കിൽ 40 മാർക്കാണെങ്കിൽ ആ പിന്നെ എന്ത് ചെയ്യണം? സോറി, 40 അല്ല, തോറ്റുപോയാൽ ആ പേപ്പർ പിന്നെ 50 മാർക്ക് വേണം. 50 മാർക്ക്. ഇതിൽ തന്നെ സാർ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 കൺസിക്യൂട്ടീവ് അറ്റംപ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. 3 ടേം അത് കൺസിക്യൂട്ടീവ്. ഞാൻ സാർ എക്സാം എഴുതിയാന്ന് പറഞ്ഞ കാര്യമില്ല, ആ ഒരു 3 2 കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന കാര്യമില്ല, ആ ഒരു 3 അറ്റംപ്റ്റിൽ തീർക്കുള്ളൂ. സൂപ്പർ. പിന്നെ ഇതിൽ തന്നെ എക്സാംസിന്റെ കൂടെ തന്നെ അത് പ്രത്യേകം ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് അപ്ലൈ ചെയ്യുക, ആ എക്സാം എഴുതണ്ട, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് എക്സംഷൻ. സാറിന്